ഒരു ജനകീയ ഉത്സവത്തിന്റെ പരിവേഷമാണ് ഈ പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനത്തിന് കൈകൊണ്ടിട്ടുള്ളത്. ഇവിടുത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും എല്ലാം പ്രതീക്ഷയായ പാർട്ടി സമ്മേളനങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ പ്രത്യാശാപരമായ നമ്മുടെ നാട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലമായി. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസത്തിന് തിരിച്ചടിയി. ആ ഘട്ടത്തിൽ ലോകമെമ്പാടും മുതലാളിത്ത ശക്തികൾ ഇനി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഭാവിയില്ല എന്ന പ്രചാരണയിലേക്കാണ് നേതൃത്വം കൊടുത്തത്. ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം സോഷ്യലിസം കുഴിച്ചുകൂടപ്പെട്ടു എന്ന പ്രചണ്ഡമായ പ്രചരണത്തിന് കൊടുങ്കാറ്റ് വീശിയ ആ കാലം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെയും മനസ്സിലുണ്ടാവും. മലപ്പുറം ജില്ലയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പോലും വന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ശവപ്പെട്ടി ഘോഷയാത്രകൾ നടന്നത് മറക്കാറായിട്ടില്ല. തലയിലേക്കിയ ചുവന്ന ശവപ്പെട്ടിയിൽ വലിയ അക്ഷരത്തിലെന്ന് എഴുതി വെച്ചു: ജനനം 1917, മരണം 1991. കമ്മ്യൂണിസത്തിന്റെ വിയോഗത്തിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന് എഴുതി വെച്ചതിനാണ്. ലോകമെമ്പാടും മുതലാളിത്തത്തിന്റെ വൈകാരികന്മാരായ പണ്ഡിത വൃന്ദം സോഷ്യലിസത്തിന്റെ ചരമഗീതം പാടി. മലയാള മനോരമ പത്രക്കാലത്താണ് CPI പിരിച്ചുവിടണം എന്ന് നമ്മളെ ഉപദേശിച്ചത്. അങ്ങനെ സോഷ്യലിസ്റ്റ് കാലഘട്ടം അസ്തമിച്ചു എന്ന പ്രചരണം ലോകത്തെയാകെ കീഴടക്കിയ ശേഷവും വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അടിച്ചമർത്തപ്പെടുന്നവരുടെയും ചൂഷണത്തിനിരയാകുന്നവരുടെയും സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. അവർ ഒരു ബദൽ പരിപ്രേക്ഷ്യമെന്ന് സോഷ്യലിസത്തെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുകയോ പങ്കാളിത്തം വഹിക്കുകയോ ചെയ്യുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും തിരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ച് അധികാരത്തിൽ വരും. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അമേരിക്ക ഐക്യനാടുകളോട് ചേർന്ന് കിടക്കുന്ന രാജ്യം മെക്സിക്കോയിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. മെക്സിക്കോയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഇടതുപക്ഷ സഖ്യത്തിന്റെ നേതാവായ ക്ലോഡിയ ഷെയ്ൻബാം അവരൊരു വനിതയാണ്. മെക്സിക്കോയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷക്കാരി, ഒരു വനിത ഭരണ സാന്നിധ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തയാണ് അമേരിക്കൻ വൻകരയിൽ നിന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ശ്രമിച്ചത്. മെക്സിക്കോയുടെ ഒറ്റപ്പെട്ട അനുഭവമല്ല. പല രാജ്യങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ മുതലാളിത്തത്തിന്റെ കണ്ണില്ലാത്ത ചൂഷണത്തിനെതിരെ സംഘടിക്കുന്ന മനുഷ്യർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ്, മാർക്സിസത്തെയാണ്. വിശാലാത്മ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഇടതുപക്ഷ സഖ്യങ്ങൾ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ പിന്തുണയാർജിച്ച് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്തു. നിക്കരാഗുവയിൽ, ബൊളീവിയയിൽ, വെനിസ്വേലയിൽ, പെറുവിൽ, ചിലിയിൽ, അങ്ങനെ എത്ര രാജ്യങ്ങളുടെ ഇടതുപക്ഷ മുന്നേറ്റത്തിന്റെ സമീപ ഭൂതകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാനിവിടെ പറഞ്ഞ രാജ്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറെ ദൂരത്തുള്ള ഭൂമുഖത്തിന്റെ മറുപാതിയില്ല. എന്നാൽ ഈ കേരളത്തിന്റെ തൊട്ടടുത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാഷ്ട്രം ശ്രീലങ്ക പുതിയൊരു ചരിത്രം സൃഷ്ടിച്ച വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നാം മാധ്യമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു. ശ്രീലങ്കയിൽ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുനയുടെ നേതാവ് അനുരകുമാര രസനായകൻ AKD എന്നറിയപ്പെടുന്ന നേതാവ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ കാലം, പുതിയ പോർമുഖങ്ങൾ തുറക്കും. ഒരുപക്ഷെ വിശാലാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങളാവാം, ചിലത് തെരഞ്ഞെടുപ്പുകളിലൂടെയാവാം. അങ്ങനെയൊക്കെ ഭാവി രാഷ്ട്രീയത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കപ്പെടും. എന്തുതന്നെയായാലും മുതലാളിത്തത്തിന് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്നും മുതലാളിത്തം വിചാരണ ചെയ്യപ്പെടേണ്ടതും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടതും എല്ലാ മനുഷ്യരും ചൂഷണരഹിതമായ ഒരു ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളവരാണെന്നും സാവധാനത്തിലാണെങ്കിലും ലോകം തിരിച്ചറിയുന്നുണ്ട് എന്നത് നല്ല സൂചനയാണ്. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും
ഇന്ത്യയിൽ BJP നേതൃത്വത്തിലുള്ള മുന്നണി തന്നെയാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ആ വിജയം BJP-ക്കാർക്ക് പോലും ആവേശം പകർന്ന വിജയമല്ല. വിജയങ്ങൾ പലതരത്തിലുണ്ട്. തെല്ലും ആവേശം പകരാത്ത പരാജയ സമാനമായ വിജയങ്ങളുണ്ട്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാനന്തരം ഇന്ത്യയിൽ BJP നേടിയ വിജയം അത്തരത്തിലുള്ള ഒരു നിറംകെട്ട വിജയമാണെന്ന് BJP-യുടെ തന്നെ നേതൃത്വം പറയാതെ പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അവകാശവാദം എന്തായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്, സംഘപരിവാർ നേതൃത്വം ഒന്നാകെ പറഞ്ഞത് 400 കടക്കും എന്നാണ്. 400-ലധികം സീറ്റുകൾ നേടും തനിച്ച്. BJP തനിച്ച് ഭരിക്കും. അതായിരുന്നു അവകാശവാദം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP തങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത് രാമജന്മഭൂമി എന്ന മുദ്രാവാക്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്ത് ആ വിശ്വാസികളുടെ ഉള്ളിലേക്ക് ഇതര മതവിദ്വേഷവും വർഗീയതയും കുത്തിവെച്ച് വർഗീയ ധ്രുവീകരണത്തിലൂടെ രാജ്യത്തെ സ്വാധീനം ഉറപ്പിക്കാനാണ് BJP ശ്രമിച്ചത്. അതിന് അവർ സ്വീകരിച്ച മുദ്രാവാക്യമായിരുന്നു രാമജന്മഭൂമി, രാമക്ഷേത്രം. അതായിരുന്നു 80-കൾ മുതൽ BJP ഇന്ത്യയിലെ ജനസാമാന്യത്തിന്റെ മുൻപാകെ വെച്ച മുദ്രാവാക്യം. ഏതെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന ജീവത്തായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ BJP ശ്രമിച്ചത്. മറിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് തട്ടിക്കൂട്ടിയ രാമക്ഷേത്ര ഉദ്ഘാടനം നടന്നു. രാമജന്മഭൂമി എന്ന മുദ്രാവാക്യത്തിന്റെ ഏറ്റവും ഉയർന്ന വിളവെടുപ്പാണ് ലക്ഷ്യം വെച്ചത്. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളെയാകെ വിലക്കെടുത്ത് ഓരോ നിയോജക മണ്ഡലത്തിലും അദൃശ്യനായ രാമനാണ് സ്ഥാനാർത്ഥി എന്ന പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ ഒരിക്കൽ കൂടി ചൂഷണം ചെയ്യാനാണ് കരുക്കൾ നീക്കിയത്. അതിന്റെ പിൻബലത്തിലാണ് 400 പിടിക്കും എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് ഭരിക്കും എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴോ 400-ലധികം സീറ്റുകൾ നേടും എന്ന് അവകാശപ്പെട്ടവർക്ക് 300 തികഞ്ഞില്ല. ഒറ്റയ്ക്ക് ഭരിക്കും എന്ന ആത്മവിശ്വാസം പുലർത്തിയവർ നിരാശരായി. പരസ്പരം ചേരാത്ത സഖ്യകക്ഷികളുടെ പിന്തുണയുടെ പിൻബലത്തിൽ മാത്രം ആർക്കും ഉറപ്പു പറയാനാവാത്ത ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമുള്ള ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ മോദി നിർബന്ധിതനായി. ഒപ്പം BJP-യുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ സമ്മാനിച്ച ആ മണ്ണിൽ, അയോധ്യയിൽ നിന്ന് വിളിക്കപ്പെടുന്ന ഫൈസബാദിൽ താമരയടയാളത്തിൽ മത്സരിച്ച BJP-യെ രാമക്ഷേത്രം പണിത മണ്ണിൽ ജനങ്ങൾ പരാജയപ്പെടുത്തി. സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, BJP-യെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ ഐക്യത്തിന് തുടക്കം കുറിച്ചു എന്നതാണ് വസ്തുത. ഒപ്പം UP-യിലും ഉത്തരേന്ത്യയിലും BJP-യുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവരഹങ്കരിച്ചിരുന്ന ഇടങ്ങളിൽ അവർക്ക് തിരിച്ചടി ലഭിച്ചു തുടങ്ങി. പരാജയം രുചിച്ചു തുടങ്ങി. പരാജയത്തിന്റെ ആരംഭം ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ ആരംഭിച്ചു, തുടക്കം കുറിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയവും പ്രതീക്ഷാനിർഭരമാണ്. ജനവിരുദ്ധമായ, ഇന്ത്യ വിരുദ്ധമായ സംഘപരിവാർ ഭരണത്തിന് അന്ത്യം കുറിക്കും എന്ന തീരുമാനത്തോടെ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ രംഗത്തിറങ്ങി തുടങ്ങി എന്നതിന്റെ സൂചനയാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ അത് പറയുമ്പോഴും ഉത്തരേന്ത്യയിലെ ആ മാറ്റത്തിന്റെ കാറ്റ് ആ അർത്ഥത്തിലല്ല ദക്ഷിണേന്ത്യയിലെത്തിയത്. ചരിത്രത്തിലാദ്യമായി താമരയടയാളത്തിൽ പേര് പറയാൻ പോലും അർഹനല്ലാത്ത ഒരാൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതാണ് മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രീയ ജാഗ്രത വർദ്ധിപ്പിക്കുന്ന ഒരു സമീപ ഭൂതകാല യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വർഗീയതയുടെ ശൈശവ ദശ മുതൽ എടുത്തു നോക്കിയാൽ പ്രതിസ്ഥാനത്ത് സ്ഥിരമായി തന്നെ നിൽക്കേണ്ടി വരുന്നത് കോൺഗ്രസിന്. കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഉത്ഭവവും വളർച്ചയും പരിശോധിക്കാനാവില്ല. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ആദ്യത്തെ ഗവൺമെന്റ് പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടത് നെഹ്റുവിന്റെ ക്യാബിനറ്റിലുണ്ടായിരുന്നത് 15 പേരാണ്. 15 പേർ മാത്രം.
ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ്. ബ്രിട്ടൻ വിട്ടുപോയതിനു ശേഷം ഇന്ത്യ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ 15 പേരും ഇന്ന് പ്രത്യേക വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും സുപരിചിതരാണ്. മിക്കവരും ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ, ദേശീയാടിസ്ഥാനത്തിൽ സ്വീകാര്യതയുള്ളവർ, മഹത് വ്യക്തിത്വങ്ങൾ. സർദാർ വല്ലഭായ് പട്ടേലുണ്ട്, മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട്, ഡോക്ടർ അംബേദ്കർ ഉണ്ട്, രാജ്കുമാരി അമൃത് കൗർ ഉണ്ട്, മലയാളിയായ ജോൺ മത്തായി ഉണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ പെടാത്ത ഒരാൾ, ആ കൂട്ടത്തിൽ ചേരാത്ത ഒരാൾ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ അംഗമായി. അതാരാണ്? മറ്റാരുമല്ല, ഹിന്ദു മഹാസഭയുടെ നേതാവ്, പിൽക്കാലത്ത് RSSന്റെ നിർദ്ദേശാനുസരണം ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപകൻ 24-കാലത്ത് RSSകാരനായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. എങ്ങനെ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഒരു RSSകാരൻ വന്നു? നെഹ്റു ഇന്ന് ജീവിച്ചിരിപ്പില്ല. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തെ ആദരവോടെ അനുസ്മരിക്കാൻ നമുക്ക് തടസ്സവുമില്ല. പലപ്പോഴും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചയാളുമാണ്. പക്ഷേ ആദ്യ ഗവൺമെന്റിൽ ഒരു RSSകാരനെ എന്തുകൊണ്ട് പ്രതിഷ്ഠിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ചരിത്രത്തിൽ നിന്ന് നെഹ്റുവിന്റെ നേരെ ഉയർന്നു നിൽക്കും. നെഹ്റു മറുപടി പറയേണ്ടതുണ്ട്. അഥവാ കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യയുടെ മുൻപാകെ വിശദീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നം 1947 പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തന്നെ RSSുമായി സംഘപരിവാറുമായി അപകടകരമായ ഒരു നീക്കുപോക്ക് ഉണ്ടായി എന്നത് ഇന്ത്യ ചരിത്രത്തിലെ വർഗീയ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത അവസാന ശ്വാസം വരെയും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ അവസാനിക്കുന്നില്ല. 10 കൊല്ലം കഴിയുമ്പോഴേക്ക് ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നു. കേരളത്തിൽ EMSന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് ഉണ്ടാകും. ആ ഗവൺമെന്റിനെതിരെ വിമോചന സമരം സംഘടിപ്പിക്കപ്പെടുന്നു. ആ ചരിത്ര പശ്ചാത്തലം എല്ലാവർക്കും അറിവുള്ളതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വിമോചന സമരത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വേള പുത്രി മത്സരം മാത്രമായി മാറിയ നെഹ്റു ഭരണഘടനയെ ദുർവിനിയോഗം ചെയ്ത് EMS ഗവൺമെന്റിനെ പിരിച്ചുകൊടുത്തു. ഭൂരിപക്ഷമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ പിരിച്ചുകൊടുത്തു. ആ വിമോചന സമരത്തിന് ഏറ്റവും സജീവമായ പിന്തുണ നൽകിയ ഒരു വിഭാഗം ജനസംഘമായി. പലപ്പോഴും പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ജാതിമത ശക്തികളുടെ എല്ലാം നേതൃപരമായ പങ്കുള്ള ഏറ്റവും പ്രതിരോധകരമായ ഒരു സമരമായിരുന്നു വിമോചന സമരം എന്ന് പലരും വിലയിരുത്താറ്. എന്നാൽ ആ വിമോചന സമരത്തിന്റെ സജീവ പങ്കാളിയായിരുന്നു ജനസംഘം, RSS, സംഘപരിവാരം എന്ന് അധികമാരും ഓർക്കാറില്ല. സംഘപരിവാരത്തിന്റെ സജീവ പിന്തുണയോടെ അരങ്ങേറിയ സമരമായിരുന്നു വിമോചന സമരം. കേരള ഗവൺമെന്റിനെ 1989 പിരിച്ചുവിടുന്നു. 60 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഐക്യ കേരളത്തിന്റെ 2ാമത്തെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന EMS മത്സരിക്കുന്നത് പട്ടാമ്പിയിലാണ്, നമ്മുടെ അടുത്ത പട്ടാമ്പി. എന്ത് വിലക്കെടുത്തും EMSനെ പരാജയപ്പെടുത്തണമെന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. പൊതുകാര്യ പ്രസക്തനായ ശ്രീ A. രാഘവൻ നായരെ പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി EMSനെതിരെ മത്സരിപ്പിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിലാണ് BJPയുടെ പ്രാരംഭമായ ജനസംഘം ആദ്യമായി കേരളത്തിൽ മത്സരിക്കുന്നത്. 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നില്ല. 4 നിയമസഭാ മണ്ഡലങ്ങൾ മത്സരിക്കാനായി ജനസംഘം തെരഞ്ഞെടുത്തു. അതിലൊന്ന് പട്ടാമ്പിയായി. RSSന്റെ നിർദ്ദേശപ്രകാരം ദീനദയാൽ ഉപാധ്യായ നേരിട്ട് പട്ടാമ്പിയിൽ വന്ന് പട്ടാമ്പിയിലെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. P. മാധവ മേനോൻ. 3 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പ്രചരണം ആരംഭിച്ചു. ജനസംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് പുറമെ ക്യാമ്പ് ചെയ്ത ദീനദയാൽ ഉപാധ്യായ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം ദീനദയാൽ ഉപാധ്യായയെ സമീപിക്കുന്നു. ഞങ്ങൾക്കും EMSനെ തോൽപ്പിക്കണം, നിങ്ങൾക്കും EMSനെ തോൽപ്പിക്കണം. പിന്നെ നമ്മൾ 2ആയി മത്സരിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് 2 കൂട്ടർക്കും ഒരുമിച്ച് EMSനെ തോൽപ്പിക്കാൻ
ഈ തെരഞ്ഞെടുപ്പിൽ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ? ഇതാണ് ചോദ്യം. ആ ആവശ്യം RSS സ്വീകരിക്കുന്നു. ദീനദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ച പട്ടാമ്പിയിലെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി പി മാധവ മേനോനെ പിൻവലിച്ചു. RSSഉം കോൺഗ്രസും EMSനെ പരാജയപ്പെടുത്താൻ സംയുക്ത സ്ഥാനാർത്ഥിയായി A. രാഘവൻ നായരുടെ പ്രചരണം ഏറ്റെടുത്തു. അതാണ് വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിന്റെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അനുഭവം. വിമോചന സമരത്തിൽ ആരംഭിച്ച ആ അധാർമികമായ രാഷ്ട്രീയ കൂട്ടുകെട്ട് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടന്നു. പക്ഷേ പ്രബുദ്ധരായ ജനങ്ങൾ, പട്ടാമ്പിയിലെ വോട്ടർമാർ EMSനെ വിജയിപ്പിച്ചു. ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി. അവിടെയും ചരിത്രം അവസാനിച്ചില്ല. ഒരു പതിറ്റാണ്ട് കൂടി കഴിഞ്ഞ് 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിച്ച പാർലമെന്റിലെ പാവപ്പെട്ടവന്റെ ശബ്ദമായിരുന്ന AKGയെ മത്സരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ചത് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ പാലക്കാട്. AKGയെ പരാജയപ്പെടുത്താൻ അവിടെ കോൺഗ്രസും RSSഉം കൈകോർത്തു. അത്തവണ പൊതുസ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് RSSന്റെ നേതാവിനെയായി. RSSന്റെ ജില്ലാ കാര്യവാഹകായിരുന്ന പ്രൊഫസർ TC ഗോവിന്ദൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് കോൺഗ്രസ് ആയി. പട്ടാമ്പിയിൽ പിൻവലിച്ചത് RSS ആണെങ്കിൽ പാലക്കാട്ട് കോൺഗ്രസ് പിൻവലിച്ച് RSS സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തു. RSSഉം കോൺഗ്രസും ലീഗും കൈകോർത്തു. അന്ന് EMS മുസ്ലിം ലീഗിനോട് ചോദിച്ചു, ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? RSSുമായി കൈകോർത്ത് പിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ മുസ്ലിം ലീഗ് എങ്ങനെ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരണം നൽകും? EMSന്റെ ചോദ്യം ഏറ്റെടുത്ത ലീഗ് കോട്ടമൈതാനിയിൽ ഒരു വലിയ യോഗം സംഘടിപ്പിച്ചു. ആ യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നയം വിശദീകരിക്കാൻ വേണ്ടി ബാഫക്കിട്ടങ്ങളെ ചുമതലപ്പെടുന്നു. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാകെ തടിച്ചുകൂടിയ ആ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ നയം വിശദീകരിക്കപ്പെടുന്നു. ഒരൊറ്റ വാചകമായിരുന്നു ആ നയം. ആ വാചകം ഇങ്ങനെയാണ്: EMSന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മുസ്ലിം ലീഗിന് സൗകര്യമില്ല. ഇതാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞു. അതാണ് മുസ്ലിം ലീഗിന്റെ നയം ഉണ്ടായത്. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ RSS കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ടിനെ തോൽപ്പിച്ചു. വോട്ട് ചെയ്ത് പരാജയപ്പെട്ടു. AKG വീണ്ടും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് കേരളത്തിൽ എത്രയോ അവസരങ്ങൾ പരസ്യമായി ഈ സഖ്യം പുറത്തു വന്നു. അത് ഓരോന്നോരോന്നായി വിശദീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ജീവിക്കുന്ന ഒരു തെളിവാണ് വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ ചെറുത്ത് പരാജയപ്പെടുത്തിയ 1991 ബേപ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഇടതുപക്ഷ വിജയത്തിന്റെ പ്രതീകമാണ് നമ്മുടെ വേദിയിൽ ഇരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ വടകരയിൽ അഡ്വക്കേറ്റ് NS സിംഗിനെ RSS നിയോഗിച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസും ലീഗും പിന്തുണച്ചുകൊണ്ട് വടകരയും ബേപ്പൂരും ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് പരസ്യമായി ഈ സഖ്യം രൂപപ്പെട്ടത്. പാഴായിപ്പോയ പരീക്ഷണം എന്ന തന്റെ ആത്മകഥയിലെ അധ്യായത്തിൽ KG മാരാർ കൂടുതൽ വിപുലമായ ആ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് ലീഗ് BJP രഹസ്യ ബാന്ധവത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് 1947 ആദ്യ ഗവൺമെന്റ് മുതൽ ആരംഭിച്ച കേരളത്തിലെ വിമോചന സമരത്തിൽ കൂടുതൽ ശക്തിപ്പെട്ട പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായി രംഗപ്രവേശം ചെയ്ത വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് നമ്മുടെ മുൻപിൽ ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിഹാസ്യമായ പ്രയോഗമാണ് തൃശ്ശൂരിലുണ്ടായത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. 1,00,000 വോട്ട് കൊടുക്കാനാണ് കച്ചവടം. 1,00,000 വോട്ട്. കോൺഗ്രസിന്റെ സജീവാംഗങ്ങളുടെ 1,00,000 വോട്ട് BJPക്ക് നൽകാം എന്നതാണ് കരാർ. പകരം മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെയും തിരിച്ചു സഹായിക്കും എന്നതാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി റിസൾട്ട് വന്നപ്പോൾ സിറ്റിംഗ് സീറ്റായ തൃശ്ശൂരിൽ കോൺഗ്രസ് തോറ്റെന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക്. വർഗീയ രാഷ്ട്രീയത്തെ എങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പുണ്ടാക്കി മുൻപോട്ട് കൊണ്ടുവരാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി പരീക്ഷിക്കുന്നതിന്റെ തെളിവായി, ഒടുവിലത്തെ തെളിവായി തൃശ്ശൂർ. അതിന്റെ തുടർച്ച പാലക്കാട്ട് നമ്മൾ കാണുന്നു.
ഇവിടെയാണ് വർഗീയതയ്ക്കെതിരായ സമരം വിട്ടുവീഴ്ചയില്ലാതെ ഇടവേളകളില്ലാതെ നാം ഏറ്റെടുക്കേണ്ട അനിവാര്യത പിന്നെയും പിന്നെയും നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമായി ഉയർന്നു വരുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളെ ആകെ വില കൊടുത്തുമല്ലാതെയും തങ്ങളുടെ പക്ഷത്തെ നിരത്തിയ വലതുപക്ഷം ആ മാധ്യമങ്ങളുടെ കൂടി പിന്തുണയോടെ നിരന്തരം പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഒരു തെറ്റായ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്ത് രാഷ്ട്രീയ വിളവെടുപ്പ് നടത്താനാകുമോ എന്നാണ് പരീക്ഷണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാരമായി സന്ധി ചെയ്യുന്നു എന്നാണ് പ്രചരണം. ആ പ്രചരണത്തിന്റെ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയാണ്, SDPI ആണ്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വലിയ സമുദായത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ പച്ചക്കള്ളം പറഞ്ഞ് പറ്റിക്കാൻ ഒക്കുമോ എന്ന് നോക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന മുമ്പും SDPI ഇപ്പോഴും അറിയപ്പെടുന്ന ലക്ഷണമൊത്ത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെയും സജീവാംഗങ്ങൾ ഓരോ വീടും കയറി പ്രചരണം നടത്തുകയാണ്. ഈ പിണറായി ഉണ്ടല്ലോ സംഘപരിവാരവുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയാണ്. ഏത് പിണറായി? ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഉജ്ജയിൻ. അവിടെ RSSന്റെ ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടു. RSSന്റെ ദേശീയ നേതൃത്വത്തിലെ പലരും ആ വേദിയിൽ സന്നിഹിതരാണ്. അധ്യക്ഷത വഹിക്കുന്നത് ഒരു പാർലമെന്റ് അംഗമാണ്. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കവെയാണ് RSSന്റെ പ്രധാന ചുമതല നിർവഹിക്കുന്ന ഒരുത്തൻ, അയാളുടെ പേര് കുന്ദൻ ചന്ദ്രാവത്ത് എന്നാണ്. കുന്ദൻ ചന്ദ്രാവത്ത് നമുക്ക് പരിചയമുള്ള പേരല്ല. കുന്ദൻ ചന്ദ്രാവത്തിന്റെ ഒരു ആഹ്വാനമാണ്. എന്തായിരുന്നു ആഹ്വാനം? പിണറായി വിജയന്റെ തലയറുത്തെടുത്ത് കൊണ്ടുവരുന്നവർക്ക് 1 കോടി രൂപ ഇനാം നൽകുന്നതാണ് പ്രഖ്യാപിക്കുക. ഈ കാലത്ത് നമുക്ക് സങ്കല്പിക്കാനാകുമോ? രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ അക്കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ വകവരുത്തണം എന്ന് ഏതെങ്കിലും ഒരു ജനാധിപത്യ പ്രസ്ഥാനം പരസ്യാഹ്വാനം നടത്തിയ ഓർമ്മ നിങ്ങൾക്കുണ്ടോ? ഈ അടുത്ത കാലത്ത് അങ്ങനെ കണ്ടെത്താനാവില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയപരമായ ഭിന്നതകൾ സ്വാഭാവികമാണ്. ആശയങ്ങൾ ദയാരഹിതമായി ഏറ്റുമുട്ടും, അത് വേണം. എന്നാൽ കായികമായി ആക്രമിച്ചില്ലായ്മ ചെയ്യണം എന്ന് അണികളോട് ആഹ്വാനം ചെയ്യുന്ന അനുഭവം ഈ അടുത്ത നാളുകളിലുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നു. എന്നാൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി മാധ്യമങ്ങളുടെ മുൻപാകെ യാതൊരു സന്ദേഹവുമില്ലാതെ RSSന്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് പറയുന്നു, പിണറായി വിജയന്റെ ശിരസറത്തെടുത്ത് കൊണ്ടുവരുന്നവർക്ക് 1 കോടി ഇനാം നൽകണം. അതാണ് ആഹ്വാനം. ദേശീയ മാധ്യമങ്ങളിൽ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നു. എന്തുകൊണ്ടാണ് RSS ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്തത്? പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ BJPയുടെ മുഖ്യ എതിരാളിയായി പ്രതിപക്ഷത്തെ നയിക്കുന്നത് ഇടതുപക്ഷമല്ല, CPIM അല്ല. ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും CPIM എന്ന അധികാരത്തിലില്ല. എന്തുകൊണ്ടാണ് പിണറായിക്കെതിരെ ഇത്ര വിരോധം സംഘപരിവാരം വെച്ച് പുലർത്തുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള ആരുടെയും പേര് ഇങ്ങനെ ഇവർ പരാമർശിക്കുന്നില്ല? മല്ലികാർജുന ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശിരസെടുത്ത് കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഇനാം തരാമെന്ന് RSS പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞ് ആ നേതാവിന്റെ ശിരസെടുത്ത് കൊണ്ടുവന്നാൽ 100 ഉറുപ്പിക തരാം എന്ന് പോലും ഒരു RSS നേതാവും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് RSSന്റെ കമ്പോളത്തിൽ രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് വില ഇല്ലാതായി പോയത്? ആ തലയ്ക്കകത്തൊന്നുമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണോ? അല്ല. പിന്നെയോ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാളുടെയും തല RSSനെ അലോസരപ്പെടുത്തുന്നില്ല. RSSന്റെ കണക്ക് പുസ്തകത്തിൽ എത്രയും പെട്ടെന്ന് അറുത്തു മാറ്റേണ്ട ശിരസ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണ്, കേരളത്തിൻ്റെതാണ്, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെതാണ്.
എന്നാൽ അതേ RSS കോൺഗ്രസിനോട് പുലർത്തുന്ന സമീപനം എന്താണ്? ഈ കേരളത്തിലെങ്കിലും അതിന്റെ ഉദാഹരണം നമ്മുടെ മുൻപിലില്ലേ? ഇന്ത്യയുടെ ചരിത്രം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ വർഗീയവാദിയാണ് മാധവ സദാശിവം ഗോൾവൽക്കർ. RSSന്റെ ആചാര്യനായി ആ ഗോൾവൽക്കറാണ് വിചാരധാരയിൽ ഇന്ത്യയുടെ 3 ഭീഷണികൾ എന്ന തലക്കെട്ടിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഈ 3 കൂട്ടരാണ് ഇന്ത്യയുടെ ഭീഷണി. ആ ഭീഷണി തുടച്ചു നീക്കണം എന്ന ആഹ്വാനം ചെയ്തു. ആ വർഗീയവാദിയായ RSSന്റെ ആചാര്യൻ ഗോൾവൽക്കർ, ആ ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെ RSSന്റെ നേതൃത്വം ക്ഷണിച്ചത് RSSന്റെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവിനെ ആയിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെയായിരുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സിലായിട്ടില്ല. ആ ക്ഷണം VD സതീശൻ സ്വീകരിച്ചു, ഇരുകൈയും നീട്ടി. RSSന്റെ വേദിയിലേക്ക് കടന്നു ചെന്ന് ഗോൾവൽക്കറുടെ ചിത്രത്തിന്റെ മുൻപിൽ സ്ഥാപിച്ച നിലവിളക്ക് കൊളുത്തി ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്ത് RSSന്റെ ഇഷ്ടക്കാരനായി മാറി VD സതീശൻ. ആ VD സതീശനും സുധാകരനുമെല്ലാം നയിക്കുന്ന കോൺഗ്രസിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും CPIM-നുമെതിരെ ഇപ്പോഴത്തെ ഈ പ്രചരണ യുദ്ധം ഏറ്റെടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ശിരസ്സറുക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ആ സംഘപരിവാറുമായി മുഖ്യമന്ത്രിയെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു പ്രചാരവേല സംഘടിപ്പിക്കാനാകുമോ എന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നെറികെട്ട പ്രചാരവേലക്കാണ് ജമാഅത്തെ ഇസ്ലാമി SDPI-യും നേതൃത്വം നൽകിയത്. അതിന്റെ ഒപ്പമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു വിഭാഗം മാധ്യമങ്ങളും അണിനിരന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിനായി വലതുപക്ഷത്തിന്റെ സഹായത്തോടെ ഇവിടെ ഒരു കൂട്ടം വർഗീയവാദികൾ കേരളത്തിലെത്തുമ്പോൾ അത് വർഗീയവാദികളുടെ മഹാസംഗമമായി മാറും. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെ കോൺഗ്രസുമായി ധാരണയിൽ ഏർപ്പെടുന്ന വളരെ വിചിത്രമായ, അപൂർവമായ ഒരു വർഗീയ വലതുപക്ഷ മഹാസഖ്യത്തിന് നമ്മൾ സാക്ഷ്യം നൽകി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി 2021 ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ലഭിച്ചു എന്നത് മാത്രമാണ്. അത് ഒട്ടൊന്നുമല്ല രാഷ്ട്രീയ എതിരാളികളെ അലോസരപ്പെടുത്തുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2021 മെയ് മാസം 2-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരും. മെയ് 1 കേരളത്തിലെ ഒരു ചാനൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു. അവരുടെ ഓൺലൈനിലാണ് ഞാൻ ആ വാർത്ത വായിച്ചത്. വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയാണ്? മുഖ്യമന്ത്രി പദം കോൺഗ്രസിൽ സമവായമായി. ഇതാണ് തലക്കെട്ട്. വാർത്തയിൽ താഴേക്ക് വരുമ്പോൾ വിശദമായി കാര്യം പ്രതിപാദിക്കുന്നു. മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച തർക്കം പരിഹരിച്ചു. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ സമവായമായി. എന്താണ് സമവായം? ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകാം എന്ന് ധാരണയായി. എന്താ സാഹചര്യം? വോട്ടെണ്ണം നോക്കുന്നതാണ്. പക്ഷേ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ട് ഉറപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റമ്പിപ്പോകും. 2 കാരണങ്ങൾ. ഒന്ന്, കേരളത്തിന്റെ ചരിത്രം 5 കൊല്ലം കൂടുമ്പോൾ അപ്പൊ 5 കൊല്ലം കഴിഞ്ഞ് മാറും. അതാണ് കീഴ്വഴക്കം. 2, ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഒരു വളരെ മഹാസഖ്യം രൂപപ്പെട്ടു. എല്ലാവരും ഒത്തുകൂടി. ഗവൺമെന്റിനെതിരെ, ഗവൺമെന്റിന്റെ തലവനായ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, പാർട്ടിക്കെതിരെ എല്ലാം പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുകൊണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കരുത്തേറിയ ഒരു ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലയുടെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. അന്നാണ് നിങ്ങൾ കേട്ടത്, ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കടത്തി, ഖുറാന്റെ ഇടയിൽ സ്വർണ്ണം കടത്തി, അവന്റെ അമ്മൂമ്മയുടെ ബിരിയാണി ചെമ്പിന്റെ അകത്ത് സ്വർണ്ണം കടത്തി. എന്തൊക്കെ പ്രചാരവേലയാണ് നടത്തിയത്? ഈ പ്രചാരവേലയെല്ലാം നടത്തിയപ്പോൾ സ്വാഭാവികമായും കുറെ പേരെങ്കിലും ഇതൊക്കെ വിശ്വസിച്ച് ഈ ഗവൺമെന്റിനെതിരായ ചിന്ത അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം പരാജയപ്പെടും. അപ്പോഴാണ് ആര് മുഖ്യമന്ത്രിയാവണമെന്ന തർക്കം. ആ തർക്കം പരിഹരിച്ചു എന്ന വാർത്തയാണ് മാധ്യമം വളരെ സന്തോഷത്തോടു കൂടി അവതരിപ്പിച്ചത്.
പക്ഷേ ഈ മഹാപ്രചാരനാലയുടെ മുൻപിലും മലയാളി വീണുപോയി. സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, സ്വന്തം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനവന്റെ ജീവിതാനുഭവങ്ങളെ സാക്ഷി നിർത്തി തന്റെ മക്കൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളെ നവീകരിച്ച് ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാക്കിയ, സാധാരണക്കാരന്റെ അത്താണിയായ സർക്കാർ ആശുപത്രികളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് ഉൾപ്പെടെ 60 ലക്ഷം മനുഷ്യർക്ക് വർദ്ധിച്ച പെൻഷൻ മുടക്കം കൂടാതെ വിതരണം ചെയ്ത എല്ലാ മേഖലകളിലും മഹാവികസനത്തിന്റെ വിജയഗാഥകൾ തീർത്ത സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു പോലെയാണ് കൂടുതൽ വോട്ടോടെ, കൂടുതൽ സീറ്റോടെ വീണ്ടും ഇടതുപക്ഷത്തെ തന്നെ അധികാരത്തിലേക്ക് ആനയിച്ചു. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴാണ് നമ്മുടെ എതിരാളികളുടെ മനോനില തെറ്റിയത്. ആ തെറ്റിയ മനോനിലയുമായി നഷ്ടപ്പെട്ട അധികാരം പിടിച്ചെടുക്കാൻ ഏതു ഹീനമാർഗവും അവലംബിക്കാം എന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ തന്ത്രങ്ങളും പയറ്റിയിരുന്നു. ആ അപകടകരമായ കൈവിട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കാനുള്ള അപകടകരമായ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ, ഹീനമാർഗങ്ങൾ, നീചവൃത്തികളാണ് കേരളത്തിലെ വലതുപക്ഷ നേതൃത്വം ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കുമുള്ളത്, എല്ലാ മനുഷ്യർക്കുമുള്ളത്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നിങ്ങളാണ്. നമ്മുടെ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് സമരമുഖങ്ങളിൽ സ്വന്തമെന്ന വാക്ക് മറന്ന് വരാനിരിക്കുന്ന ഒരു നാളേക്ക് വേണ്ടി ഏത് ത്യാഗവും അനുഷ്ഠിക്കാൻ സന്നദ്ധരായി സമർപ്പിത മനസ്സോടെ ഈ രക്തപതാകയ്ക്ക് വേണ്ടി അണിനിരക്കുന്നത് നിങ്ങളിലാണ്. നമ്മുടെ പ്രസ്ഥാനം സുരക്ഷിതമായിരിക്കുന്നത്. എല്ലാ അന്യവർഗ പ്രധാന മേഖലകളെയും ധീരമായി നേരിട്ട് സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, തൊഴിലാളികളുടെ, പട്ടികജാതിക്കാരന്റെ, ന്യൂനപക്ഷക്കാരന്റെ, അടിച്ചമർത്തപ്പെടുന്നവരും ചൂഷണത്തിനിരയാകുന്നവരുമായ സകല മനുഷ്യരുടെയും ഏക പ്രതീക്ഷയാണ് ഈ മഹാപ്രസ്ഥാനങ്ങളുടെ തിരിച്ചറിവിൽ സകല ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ വർദ്ധിത വീര്യത്തോടെ വരും നാളുകളിലും ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി യോദ്ധാക്കളായി നിങ്ങൾ ഉണ്ടാവണം എന്ന് എളിമയോടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് നമ്മുടെ നേതാക്കന്മാർ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളവരെല്ലാം ഇവിടെ ദീർഘമായി സംസാരിക്കും. എല്ലാവരുടെയും പ്രസംഗം കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദം.